ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് പേഴ്സണലി DM ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ഹൈറ്റ് കൂട്ടാം എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ഹൈറ്റ് കൂടുന്നതിന് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു ജനറ്റിക് പൊട്ടൻഷ്യലുണ്ട്. തീർച്ചയായിട്ടും ആ ജനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും പൊക്കം വച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. 17 to 21 ഇയേഴ്സ് വരെയാണ് നാച്ചുറലി നമ്മൾ ഓരോരുത്തരുടെയും ഹൈറ്റ് കൂടുന്നത്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, 17 to 21 ഇയേഴ്സ് വരെയാണ് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ് ഫ്യൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി എന്നുള്ളതല്ല, നമ്മൾ ഏത് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് പൊക്കം വയ്ക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ 17 to 21 ഇയേഴ്സ് വരെ എന്നുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതുവരെ നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യേണ്ട, നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ഹൈറ്റ് വയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലൊന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, പിന്നെ ഡയറി പ്രോഡക്ട്സ് ആണ്. ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീൽ പാറ്റേൺ നമ്മുടെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ വല്ലപ്പോഴുമൊക്കെ ഹൈ ഷുഗറും ഹൈ ഫാറ്റ് കണ്ടൻറ്റൊക്കെ കഴിക്കുന്നതിനുപരി അതൊരു സ്ഥിരം പല്ലവിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് കൂട്ടാനും അതുവഴി ഗ്രോത്തിനെ ഡിസ്റ്റർബ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. കാരണം അതൊരു എവിഡൻസ് ബേസ്ഡ് സ്റ്റഡിയാണ്. ലീൻ മസിൽ മാസ് കൂടുതലുള്ള ആൾക്കാരാണ് അവരുടെ ജനറ്റിക് പൊട്ടൻഷ്യലിലേക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് എത്തുന്നത്. ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ, നിങ്ങൾ ഒബീസായിട്ടാണ് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജനറ്റിക് പൊട്ടൻഷ്യലിലേക്ക് വരുന്ന ഹൈറ്റിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ബാലൻസ്ഡ് ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള മിനറൽ എന്ന് പറയുന്നത് കാൽഷ്യം ആണ്. തീർച്ചയായിട്ടും കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതോറും, നമ്മൾ ഏജ് കൂടുന്തോറും നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിറ്റ്സ് കുറയും. അതുവഴി നമ്മുടെ ബോൺ ഡെൻസിറ്റിയെ ബാധിക്കുകയും ബോൺസ് കുറേ കൂടെ ഫ്രജൈലും ബ്രിട്ടിലും ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ഓപ്റ്റിമം ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും 1200 mg എങ്കിലും പെർ ഡേ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. വളരുന്ന ആ ഒരു പ്രായത്തിൽ അപ് ടു 21 ഇയേഴ്സ് എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും മിൽക്ക് പ്രോഡക്ട്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം മിൽക്ക് പ്രോഡക്ട്സിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാൽഷ്യം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. വൈറ്റമിൻസിനെ പറ്റി പറയുമ്പോൾ വൈറ്റമിൻ D ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വൈറ്റമിൻ. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾ നോക്കുമ്പോൾ വൈറ്റമിൻ D ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും കൂടെ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ അളവ് എത്രയാണ് എന്നുള്ളത്. ട്യൂണ, മിൽക്ക്, എഗ് യോക്ക് ഇതിലൊക്കെയാണ് വൈറ്റമിൻ D മാക്സിമം ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത്. തീരെ കുറവാണെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ അളവ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് വഴി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല കുറവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ്സ് എടുക്കാനുമായിട്ട് നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് നമ്മുടെ ഹൈറ്റിനെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടാത്തത് കാരണമാണ്. ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റീച്ചിങ് യുവർ ജനറ്റിക് പൊട്ടൻഷ്യൽ ഹൈറ്റ്. കാരണം ഉറക്കത്തിലാണ് നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ മാക്സിമം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉറക്കം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയും ബാധിക്കും. ഏജ് കൂടുന്തോറും നിങ്ങളുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും കുറവായിരിക്കും. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പ്രായം കൂടിയ ആൾക്കാരിൽ, അതായത് ഒരു 30+ അല്ലെങ്കിൽ ഒരു 40+ ഏജിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഉറക്കം കുറയുമ്പോൾ തീർച്ചയായിട്ടും ഹൈറ്റ് മാത്രമല്ല, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേറെ ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നോർമലി ഉള്ള ഒരു ഉറക്കത്തിൻ്റെ മണിക്കൂറിൻ്റെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ബോൺ ഒരു ജനിച്ച കുഞ്ഞിന് മിനിമം 14 to 17 hours ഉറക്കം വേണമെന്നാണ് പറയുന്നത്. 5 വയസ്സ് വരെ ഉള്ളൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും അപ് ടു 12 hours സ്ലീപ്പ് വേണം. നിങ്ങളുടെ ടീനേജ് കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് അപ് ടു 19-20 ഇയേഴ്സ് വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 8 to 9 hours ഉറക്കം കിട്ടിയിരിക്കണം.
നമ്മുടെ 21 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ബിസി ആവും. അപ്പോൾ ഈ പറയുന്ന പോലത്തെ 9-10 മണിക്കൂറൊന്നും പോസിബിൾ അല്ല. കാരണം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ബിസി ആവും. എന്നിരുന്നു കഴിഞ്ഞാലും ഉറക്കത്തിന് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. മിനിമം നിങ്ങൾക്ക് ഒരു 7 hours എങ്കിലും നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പവർ നാപ്സ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. നിങ്ങൾക്ക് 10 മിനിറ്റോ 20 മിനിറ്റോ കിട്ടുന്ന പവർ നാപ്സ് എന്ന് പറയുന്നത് ആ സമയത്തും തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രോത്ത് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷന് പോസിബിൾ ആയിരിക്കുന്ന സമയം കൂടെയാണ്. മൂന്നാമതായിട്ട് പറയേണ്ടത് റെഗുലറായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എക്സസൈസിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതിന് നമ്മളെന്ത് വേണം, നമ്മളും എക്സസൈസ് ചെയ്യുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരായിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തും നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എക്സസൈസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഫിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങളുടെ യങ്ങർ ജനറേഷനിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നാലാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ നിൽക്കുന്നതും ഇരിക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പോസ്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നിങ്ങളുടെ ബാഡ് പോസ്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഓവറോൾ ബോൺ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏജ് കൂടുന്തോറും നിങ്ങളുടെ പോസ്ചർ ബാഡ് ആവാനുള്ള വേറൊരു കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള ആ ഒരു ശൈലി തന്നെയാണ്. നമ്മൾ കൂനി പിടിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ ഒരു പോസ്ചർ വരെയും തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവറോൾ ലുക്കിനെയും ബാധിക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെറുതിലുള്ള ഹൈറ്റ് ആയിരിക്കില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ വളർന്നപ്പോഴത്തേക്കും എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടാകും ചെറുതിൽ, ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ഇത്ര കുറഞ്ഞു. അതിൻ്റെ മെയിൻ കാരണം നിങ്ങളുടെ പോസ്ചർ തന്നെയാണ്. അപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് ഞാൻ ഈ 4 പോയിൻറ്റും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാം. രണ്ടാമതായിട്ട് നല്ല ഉറക്കം കിട്ടണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ 4 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുതിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ ഹൈറ്റ് എത്താനായിട്ടുള്ള ചാൻസസ് 100% കൂടുതലാണ്. ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ഇനിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ